നമസ്കാരം. ആഞ്ജനേയ കളരി ആയുർവേദ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഗുണപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ചുമ്മാതെ ഒരു സ്ത്രീയുടെ കയ്യിൽ വെറുതെ ഒരാൾ തൊട്ടാൽ പോലും ഒരു നോട്ടം കൊണ്ട് തന്നെ അയാളെ മാറ്റിവിടാനുള്ള കഴിവ് സ്ത്രീക്കുണ്ട്. എന്നാൽ പിന്നെ ആ വെറുതെ ഒന്ന് നോക്കി വിടുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ച് വിട്ടാൽ പിന്നെ അയാൾ അങ്ങനെ ഇങ്ങനെയൊന്നും അടുത്തോട്ട് നമുക്ക് പെട്ടെന്ന് വരില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരാൾ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ എങ്ങനെയാണ് ആ കൈ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൈ പിടിക്കുക. കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഒരാൾ. ഇത് നമ്മൾ എത്ര വലിച്ചാലും കുടഞ്ഞാലും ഒന്നും നമുക്കിത് പോവില്ല. എടുക്കാൻ നോക്കിയാലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം. ഈ കൈ നമ്മളിങ്ങനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ വലിക്കണം. അപ്പോൾ നമ്മൾ ഈ ഈസി ആയിട്ട് നമുക്ക് ഈ കൈ ഇങ്ങനെ പുറകോട്ടിങ്ങി പോരും. പിടിച്ചു, മുറുകെ പിടിക്കണം. ഈ കൈയുടെ ഈ ഭാഗമെന്ന് പറയുന്നത് ബലം കുറവുള്ള ഭാഗമാണ്. ഈ ഭാഗത്തൂടെ നമുക്കിങ്ങനെ വലിച്ചാലൊന്നും നമുക്ക് എടുക്കാൻ വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൈ തിരിക്കുമ്പോൾ ഈ വിരലിൻ്റെ ഈ ഭാഗം കണ്ടോ, അവിടെ ഈ രണ്ട് വിരലോടെ തമ്മിൽ അകലും. മുറുകെ പിടിച്ചേ. അവിടെ ഇങ്ങനെ തിരിച്ചിട്ട് കണ്ടോ, അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അതിലേക്കൂടെ നമുക്ക് ഈ കൈ പുറത്തേക്ക് എടുക്കാനായിട്ട് ഗ്യാപ്പ് ധാരാളമാണ്. ഈ കൈ നമ്മൾ വലിച്ചെടുത്തിട്ട് ഒരു ഇടി നമുക്ക് മൂക്കിന് കൊടുക്കാം. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ഇടിക്കാം. മൂക്കിന് തന്നെ വേണമെന്നില്ല, നെഞ്ചിനിടിക്കാം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് തൊഴിക്കണമെങ്കിൽ നമുക്ക് തൊഴിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മൂക്കിനിടിക്കുന്നതായിരിക്കും നല്ലത്. മൂക്കിനൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പിന്നെ അദ്ദേഹം നമ്മുടെ അടുത്തോട്ട് വരില്ല. അതാണ് മൂക്കിനിടിക്കുന്നതിൻ്റെ ഒരു ഗുണം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കൈ വിടിയിക്കുന്നത് ഒരു വേറെ രീതിയാണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് വിടിയിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ ഇതിനകത്താണ് ഒരു അറ്റാക്ക് കൂടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത് വ്യത്യസ്തമായിട്ട് നമുക്ക് അങ്ങനെ വിടിയിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് കളയാൻ പറ്റും. ഈ കൈ നമ്മളിങ്ങനെ ചുരുട്ടി പിടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമ്മൾ നേരെ ആ കൈ ഇങ്ങനെ മുകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ കൈയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് മറ്റേ കൈ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പുഷ് ചെയ്യുക. ഒറ്റ പുഷ്, അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പിടിക്കുക. കണ്ടോ, കൈ ഇങ്ങനെ ചുരുട്ടുന്നു, എടുക്കുന്നു, തള്ളുന്നു, അത്രയേ ഉള്ളൂ. ആദ്യമേ നമ്മൾ കണ്ട രണ്ട് ഇതെന്ന് പറഞ്ഞാലും അത് നമ്മൾ റെസ്റ്റിൽ പിടിച്ചാൽ എങ്ങനെ നമ്മളത് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് റിസ്റ്റ് ലോക്കാണ്. അതായത് നമ്മളുടെ കയ്യിലിങ്ങനെ റിസ്റ്റിൽ നമുക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാക്കി എങ്ങനെ നമുക്ക് അയാളെ പിടിച്ച് താഴെ ഇടാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കൈ പിടിച്ചു, നേരത്തെ പോലെ തന്നെ റിസ്റ്റിൽ പിടിച്ചിരിക്കുകയാണ്. മുറുക്കി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് വിടിക്കാനൊന്നും പറ്റത്തില്ല, ഒന്നും രക്ഷയില്ല. അപ്പോൾ നേരത്തെ രണ്ടാമത്തേൽ നമ്മൾ കണ്ടത് ഈ കൈ ചുരുട്ടിയിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നേരെ പുള്ളിയുടെ കയ്യിലേക്ക് നമ്മൾ കയറി പിടിക്കുകയാണ്. എന്നിട്ട് മറ്റേ കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് പുള്ളിയുടെ ആ വിരലിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ താഴോട്ട് താക്കുക. അപ്പോൾ കണ്ടോ താഴെ വീഴുന്നുണ്ടോ? അത് ഭയങ്കര വേദനയായിരിക്കും പുള്ളിക്ക്. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. എല്ലാവർക്കും ഇത് ഫലപ്രദമാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ
സിവിയറിറ്റി കൂടും. ഇച്ചിരൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്